പാലക്കാട് സ്കൂളിൽ സ്ഫോടനം നടന്ന സംഭവത്തിൽ കല്ലേക്കാട് RSS BJP പ്രവർത്തകൻ സുരേഷിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. വീട്ടിൽ നിന്ന് സ്ഫോടക ശേഖരം കണ്ടെത്തി. മറ്റു 2 പേർ കൂടി കസ്റ്റഡിയിലുണ്ടെന്നും സൂചന. അതേസമയം വിഷയത്തിൽ കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നതെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ഇതിന്റെ ഭാഗമായി നടന്ന റെയ്ഡിലാണ് കല്ലേക്കാട് നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. RSS കേന്ദ്രങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നുണ്ട്. RSS കേന്ദ്രങ്ങളിൽ റെയ്ഡ് വേണമെന്നും അദ്ദേഹം പറഞ്ഞു. സച്ചിൻ വള്ളിക്കാട് പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. സച്ചിൻ, അല്പസമയം മുമ്പായിരുന്നു പാലക്കാട് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിൻ്റെ വാർത്താ സമ്മേളനം. പ്രധാനമായും 2 കാര്യങ്ങൾ. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് RSS സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വലിയ സ്ഫോടക ശേഖരമാണ് പിടികൂടിയത്. അതും RSS BJP പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്നാണ് ഈ സ്ഫോടക ശേഖരം പോലീസ് കണ്ടെടുത്തത്. മറ്റൊന്ന് CPIMലേക്ക് ചെങ്കൊടിത്തണലിലേക്ക് എത്തിയ പ്രവർത്തകർക്ക് ഇന്ന് സ്വീകരണവും നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട 2 വിഷയങ്ങളാണ് പ്രധാനമായും ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പറയൂ വിശദാംശങ്ങൾ. വലിയൊരു സംഭവം തന്നെയാണ് പാലക്കാട് വ്യാസ സ്കൂളിൽ വെച്ച്. അതായത് BJPയും RSSന്റെ നിയന്ത്രണത്തിലുള്ള വ്യാസ സ്കൂളിൽ വെച്ച് 3 ആഴ്ച മുൻപ് സ്ഫോടനമുണ്ടായത്. അതിൽ ഒരു 10 വയസ്സുകാരന് പരിക്കേറ്റിരുന്നു. ഇതിന്റെ ഭാഗമായി നടന്ന അന്വേഷണത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടെ പാലക്കാട് കല്ലേക്കാട് സ്വദേശിയായിട്ടുള്ള സുരേഷിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നത്. ആ റെയ്ഡിലാണ് സ്ഫോടക വസ്തുശേഖരങ്ങൾ പിടികൂടിയിട്ടുള്ളത്. മാരകമായ സ്ഫോടക വസ്തുശേഖരങ്ങളാണ് പിടിച്ചത് എന്നാണ് നിലവിൽ പോലീസ് പറഞ്ഞിട്ടുള്ളത്. വീട്ടിൽ നിന്നും 12ഓളം നാടൻ ബോംബുകളും അതേപോലെ തന്നെ 24 ഇലക്ട്രിക് ഡിറ്റനേറ്റർ അടക്കമുള്ള വസ്തുക്കളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ കൃത്യമായി CPIMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നിരുന്നു. അത് പ്രത്യേകിച്ച് BJP RSS നേതാക്കളെയും പ്രവർത്തകരെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണം പുരോഗമിച്ചത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് രാവിലെയോടുകൂടെ റെയ്ഡിൽ ഈ സ്ഫോടക വസ്തുക്കളും സുരേഷ് എന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയൊരു ദുരന്തം, അതായത് വലിയൊരു അപകടം തന്നെയായിരുന്നു അന്ന് ഒഴിവായിട്ടുള്ളത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് നിസ്സാര പരിക്കാണ് അന്നേറ്റത്. എന്നാൽ ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയും അതേപോലെ തന്നെ സംസ്ഥാന പോലീസിന്റെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് RSS പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, പാലക്കാട് തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള റിയാസ് തച്ചമ്പാറ CPIMലേക്ക് ചേർന്നിട്ടുണ്ട്. രൂക്ഷമായ ആരോപണം DCC പ്രസിഡന്റിന്റെ തങ്കപ്പനെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹം വിട്ടിട്ടുള്ളത്. പ്രധാനമായും DCC പ്രസിഡന്റ് പണം ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായി താനും DCC പ്രസിഡന്റും തമ്മിൽ തർക്കമുണ്ടായി എന്ന കാര്യമൊക്കെ റിയാസ് തച്ചമ്പാറ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.